ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സിമ്പിൾ ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിരിക്കുകയാണ്. ഇനി അത് വലിയ കഷ്ണങ്ങളായി മുറിച്ച് അത് വേവാനായിട്ട് വെക്കണം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും അതിനു വേണ്ട ഉപ്പും ചേർത്ത് നമ്മളത് വേവിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. ഇതിനായി ഇവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു കപ്പോളം തേങ്ങാപ്പീര കാണും. അതിനോടൊപ്പം തന്നെ 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ അത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അരിയാനുള്ള വെള്ളം മാത്രം ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത്രയും തന്നെ ഏതാണ്ട് നമ്മൾ തൈരെടുത്ത് ഉടച്ചും വെച്ചിട്ടുണ്ട്, 1 കപ്പോളം തൈര്. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വയ്ക്കണം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തരിതരിപ്പായി ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബീട്രൂട്ട് വേവിച്ച പാത്രത്തിലേക്ക് അരച്ചെടുത്ത ബീട്രൂട്ടും അരച്ചു വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ സമയത്ത് നമ്മൾ തീയും ചെറിയ രീതിയിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് തൈര് കൂടെ ചേർക്കണം. ഇപ്പോൾ ഇതിലേക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരുന്ന ആ തൈര് അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്താൽ പിന്നെ അത് തിളക്കാൻ പാടില്ല. നമ്മളൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക. പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് താളിച്ചു കൂടി ചേർത്താൽ മതി. താളിക്കാനായി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചുവന്ന മുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് താളിക്കുവാണ്. ഇതുകൂടി ചേർത്താൽ നമ്മുടെ പച്ചടി റെഡിയാവും. Thank you.